ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ തേർഡ് ബ്ലോക്കിലെ 13th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. യൂണിറ്റ് 13 പോളിറ്റി ആൻഡ് സൊസൈറ്റി. സോഷ്യോളജി ഓഫ് ഇന്ത്യ ബ്ലോക്ക് 3 യൂണിറ്റ് 13 പോളിറ്റി ആൻഡ് സൊസൈറ്റി. അപ്പോൾ നമ്മൾക്ക് എന്താണ് പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. അതിൽ നമുക്ക് ഡിഫൈനിങ് പോളിറ്റി, എന്താണ് പോളിറ്റി എന്ന് നിർവചിക്കണം. ഡിഫൈനിങ് പോളിറ്റി. പോളിറ്റിയെ നിർവചിക്കുക. അവിടെ ശ്രദ്ധിക്കുക. പോളിറ്റി ആൻഡ് സൊസൈറ്റി ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. പോളിറ്റിയും സൊസൈറ്റിയും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. പോളിറ്റി ആൻഡ് സൊസൈറ്റി ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. പോളിറ്റിയും അതുപോലെ തന്നെ സൊസൈറ്റിയും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഓൾ സൊസൈറ്റീസ് ഹാവ് സം വേ ആൻഡ് മീൻസ് ടു ഒറിജിനൈസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ക്രൈറ്റീരിയ. അതേപോലെ തന്നെ എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ അംഗങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ, സംഘടിപ്പിക്കാൻ 2 വഴികളുണ്ട്. ഓൾ സൊസൈറ്റി ഹാവ് സം വേ ആൻഡ് മീൻസ് ടു ഓർഗനൈസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ക്രൈറ്റീരിയ. അതായത് എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ അംഗങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ ചില വഴികളുണ്ട്. എന്തൊക്കെയാണത്? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പരമായിട്ടുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണത്. അപ്പോൾ പോളിറ്റി എന്ന് പറയുന്നത്, പോളിറ്റിയും സൊസൈറ്റിയും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. പോളിറ്റി ആൻഡ് സൊസൈറ്റി ആർ ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. പോളിറ്റിയും സൊസൈറ്റിയും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. ഓൾ സൊസൈറ്റി ഹാവ് സം വേ ആൻഡ് മീൻസ് ടു ഓർഗനൈസ് ഇറ്റ് മെമ്പേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ക്രൈറ്റീരിയൻ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ക്രൈറ്റീരിയ. എല്ലാ മെമ്പേഴ്സും അവരുടെ അംഗങ്ങളെ, ഓൾ സൊസൈറ്റി സമൂഹത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും ഓർഗനൈസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സാമൂഹികമായിട്ടും സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കായിട്ടുമാണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ദിസ് കുഡ് ബി ബേസ്ഡ് ഓൺ ഏജ് ഓർ സെക്സ്. അതേപോലെ തന്നെ എന്താണ്? കാറ്റഗറീസ് ഓൺ ക്രൈറ്റീരിയ ഓഫ് ബർത്ത് ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ്. അതേപോലെ തന്നെ എന്താ അവിടെ പറയുന്നത്? ഏജ് ഓർ സെക്സ് കാറ്റഗറീസ്. അതായത് പ്രായം, ലിംഗം, മറ്റ് വിഭാഗങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങൾ, മാനദണ്ഡങ്ങൾ മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം. ദിസ് കുഡ് ബി ബേസ്ഡ് ഓൺ ഏജ് ഓർ സെക്സ് കാറ്റഗറീസ് ഓൺ ക്രൈറ്റീരിയ ഓഫ് ബർത്ത് ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ അസ്ക്രിപ്ഷൻ ഓഫ് ഇൻ സിമ്പിൾ ട്രൈബൽ സൊസൈറ്റി ഓർ കാസ്റ്റ് സൊസൈറ്റി. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഏജ്, അതേപോലെ തന്നെ സെക്സ്, പിന്നെ ഏജ് ഓർ സെക്സ് കാറ്റഗറി ഓൺ ക്രൈറ്റീരിയ, മറ്റ് മാനദണ്ഡങ്ങൾ മുതലായവയെ അടിസ്ഥാനമാക്കിയുള്ളതാകാം. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ അസ്ക്രിപ്ഷൻ ഓഫ് ഇൻ സിമ്പിൾ ട്രൈബൽ സൊസൈറ്റി ഓർ കാസ്റ്റ് സൊസൈറ്റി. അതേപോലെ തന്നെ ഒരു സാമൂഹിക കൂട്ടായ്മയിൽ ജനനം ഉദാഹരണത്തിന് ലളിതമായ ഗോത്ര സമൂഹങ്ങളിലും ജാതി സമൂഹങ്ങളിലും കാണുന്നത് പോലെ ആവാം. അപ്പോൾ ഒരു ജനനം എന്ന് പറയുന്നത് എവിടെ കാണുന്നത് പോലെ ആകാം എന്നാണ് പറയുന്നത്? ഒരു ലളിതമായിട്ടുള്ള ഗോത്ര സമൂഹങ്ങളിൽ കാണപ്പെടുന്നതാകാം. അപ്പോൾ ഇവിടെ പോളിറ്റി എന്ന് പറയുന്നത് എന്താണ്? പോളിറ്റി എന്ന് പറയുന്നത് സാമൂഹികമായി പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതെല്ലാ സമൂഹങ്ങൾക്കും അവരുടെ അംഗങ്ങളെ സംഘടിപ്പിക്കാൻ ചില വഴികൾ പറയുന്നുണ്ട്. എന്താണ് ആ വഴികൾ എന്ന് പറയുന്നത്? സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതേപോലെ തന്നെ സെക്സ്, ഏജ്, മറ്റ് വിഭാഗങ്ങൾ തുടങ്ങിയ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്.
അതേപോലെ ജനനത്തെ അടിസ്ഥാനമാക്കിയിട്ടാവുമ്പോൾ അത് എവിടെയാണ് കണക്കാക്കപ്പെടുന്നത്? ലളിതമായ ഗോത്ര സമൂഹങ്ങളിലും ജാതി സമൂഹങ്ങളിലുമാണ് കാണുന്നത്. ആൻഡ് ദെൻ power and authority are two dimensions based on which polity or political relation of a certain kind are established. അതായത് പവർ മീൻസ് അധികാരം. പവർ എന്ന് പറഞ്ഞാൽ ശക്തി. പവർ ആൻഡ് അതോറിറ്റി, അതായത് ഇവിടെ ശക്തിയും അധികാരവും പോളിറ്റിയുടെ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. പവർ ആൻഡ് അതോറിറ്റി ആർ ടു ഡയമെൻഷൻ ബേസ്ഡ് ഓൺ വിച്ച് പോളിറ്റി ഓർ പൊളിറ്റിക്കൽ റിലേഷൻ ഓഫ് എ ക്രൈറ്റീരിയ കൈൻഡ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അതായത് പോളിറ്റി ഓർ പൊളിറ്റിക്കൽ റിലേഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? പവർ ആൻഡ് അതോറിറ്റി. The political institution that exists in all society is based on certain set of relationships which are formally established and which constitute the political system. The political institution that exists in all society is based on certain set of relationships which are formally established and which constitute the political system. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക തരം സാമൂഹിക ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി ഒരു രാഷ്ട്രീയ സ്ഥാപനം ഏതെങ്കിലും സമൂഹത്തിൽ നിലനിൽക്കും. ഈ ബന്ധങ്ങൾ പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടതാണ്. അതാണ് രാഷ്ട്രീയ സംവിധാനത്തെ രൂപീകരിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റി ബേസ്ഡ് ഓൺ സെർട്ടൻ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് വിച്ച് ഫോർമലി എസ്റ്റാബ്ലിഷ്ഡ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നിലനിർത്തുന്നത് എന്തുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് ഏതിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ദ പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ സംവിധാനത്തിലൂടെയാണ് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത്. ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ സൊസൈറ്റി. എല്ലാ സമൂഹത്തിലും പൊളിറ്റിക്കൽ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ഏത് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? എസ്റ്റാബ്ലിഷ്ഡ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഈസ് കമ്പോണന്റ്. രാഷ്ട്രീയ സംവിധാനവും അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞ ഘടകങ്ങളും. പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഈസ് കമ്പോണന്റ്. വാട്ട് ഈസ് മീൻ ബൈ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഈസ് കമ്പോണൻസ്? അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഈസ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ we find that for establishing social relationship people interact with one another. In doing so they very often pursue their self-interest. അതായത് സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നതിന് ആളുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നു? ഇടപഴകുന്നു. We find that for establishing social relationship people interact with one another. അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ് സാമൂഹിക ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ജനങ്ങൾ പരസ്പരം ആളുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നു? ഇൻ്ററാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ പീപ്പിൾസ് ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ്? സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് പീപ്പിൾ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നത്? ഇൻ്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പീപ്പിൾസ് എന്ത് ചെയ്യപ്പെടുന്ന പറയുന്നത്? ഇൻ്ററാക്ട് ചെയ്യപ്പെടുന്നു, പരസ്പരം ഇടപഴകുന്നു. In doing so, they very often pursue their self-interest. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ പലപ്പോഴും അവരുടെ സ്വാർത്ഥതയെ പിന്തുടരുന്നു. പെർസ്യൂ പറഞ്ഞാൽ എന്താ? പിന്തുടരുക. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ആളുകൾ പരസ്പരം എന്ത് ചെയ്യപ്പെടുന്നു? ഇൻട്രാക്ട് ചെയ്യുന്നു. അത് വഴി എന്ത് ഉണ്ടാവുന്നു എന്നാ പറയുന്നത്? അത് അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ പിന്തുടരുന്നു. സെൽഫ് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്താണ്?
സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വയം സ്വാർത്ഥത എന്നൊക്കെ പറയും. അതെന്തിന് പിന്തുടരാൻ കാരണമാകുന്നു? സെൽഫ് ഇൻട്രസ്റ്റിനെ പിന്തുടരുന്നു. The self-interest sometimes run contrary to the interest of others as also to the interests of the society. ഈ സ്വാർത്ഥത ചിലപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചിലപ്പോൾ അത് എന്ത് ചെയ്യപ്പെടും? വിരോധിക്കപ്പെടുകയും ചെയ്യുന്നു. This self-interest sometimes run contrary to the interest of others as also to intersect of the society. അപ്പോൾ ഞാൻ പറഞ്ഞു സാമൂഹിക ബന്ധങ്ങൾ, അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ പീപ്പിൾസ് പരസ്പരം എന്ത് ചെയ്യുന്നു? ഇൻ്റർസെക്റ്റ് ആവുന്നു. ഇങ്ങനെ അത് പലപ്പോഴും എന്ത് പിന്തുടരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ് പിന്തുടരുന്നു. ഈ സെൽഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? പൊരുത്തപ്പെടുകയും ചിലപ്പോൾ വിരോധിക്കുകയും ചെയ്യാം. ദി സെൽഫ് ഇൻട്രസ്റ്റ് സംടൈം റൺ കോൺട്രറി ടു ദ ഇൻട്രസ്റ്റ് ഓഫ് അതേഴ്സ് ആസ് ആൾസോ ടു ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഈ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളുമായിട്ട് എന്ത് ചെയ്യപ്പെടാം? പൊരുത്തപ്പെടുകയോ അതല്ലെങ്കിൽ വിരോധിക്കപ്പെടുകയോ ചെയ്യാം. Then, to serve their own interest, people use the means of power and they control the interest of others. അതേപോലെ തന്നെ ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കായി അധികാരം ഉപയോഗിക്കുമ്പോൾ ഇത് സംഘർഷങ്ങൾക്ക് കാരണമാകാം. To serve their own interest, people use the means of power and control the interest of others. This situation, അതേപോലെ തന്നെ ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് അധികാരം ഉപയോഗിക്കുമ്പോൾ അത് എന്തിന് കാരണമാകാറുണ്ട്? ദി സിറ്റുവേഷൻ ഇൻവാരിയബിളി ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വി നീഡ് ടു ബോത്ത് റിസോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോർഡിനേറ്റ് ആൻഡ് ഡൈവേഴ്സ് ആക്ടിവിറ്റി ഓഫ് പീപ്പിൾ. അതായത് ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്കായി അധികാരം ഉപയോഗിക്കപ്പെടുമ്പോൾ അതെന്തിന് കാരണമാകും? അത് സംഘർഷങ്ങൾക്ക് കാരണമാകാം. ഈ സ്ഥിതി അനിവാര്യമായും സംഘർഷങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക ബന്ധങ്ങളെ നിലനിർത്താനും സാമൂഹിക സ്ഥിരതയെ നിലനിർത്താനും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശ്രമിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മൾ ഏതുവരെ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് കേട്ടോ അല്ലേ നമ്മൾ പറഞ്ഞ ചില ആളുകൾ, അതായത് this self-interest sometimes run contrary to the interest of others as also to the interest of the society. അതായത് ഈ സ്വാർത്ഥത ചിലപ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചിലപ്പോൾ എന്ത് ചെയ്യപ്പെടാം? വിരോധിക്കപ്പെടുകയും ചെയ്യാം. അതേപോലെ ടു സെർവ് their own interest, people use the means of power and they control the interest of others. ആളുകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ അത് എന്തിന് കാരണമാക്കി തീരുന്ന പറയുന്നത്? ദി സിറ്റുവേഷൻ ഇൻവാരിയബിളി ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. അത് ചിലപ്പോൾ സംഘർഷങ്ങൾക്ക് കാരണമാകും. ഈ സ്ഥിതി അനിവാര്യമായതും സംഘർഷങ്ങളിലേക്കാണ് ഇത് നയിക്കപ്പെടുക. മാത്രമല്ല സോഷ്യൽ റിലേഷൻഷിപ്പ് നിലനിർത്താനും സാമൂഹിക സ്ഥിരത നിലനിർത്താനും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി ശ്രമിക്കണം. ദ ആർഗ്യുമെന്റ്സ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വി നീഡ് ടു ബോത്ത് റിസോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോർഡിനേറ്റ് ഡൈവേഴ്സ് ആക്ടിവിറ്റി ഓഫ് പീപ്പിൾ. അതായത് സാമൂഹിക ബന്ധങ്ങളെ നിലനിർത്താനും സാമൂഹിക സ്ഥിരത നിലനിർത്താനും അവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനും ശ്രമിക്കണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാമൂഹികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും സാമൂഹികമായ ബന്ധം നിലനിർത്തുന്നതിനും കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിനും കോർഡിനേഷൻ നിലനിർത്തുന്നതിനൊക്കെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിലനിർത്താൻ ശ്രമിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കമ്പോണന്റ് എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് നോഷൻ ഓഫ് പവർ, അതായത് പവറിൻ്റെ ആധികാരികത. നോഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ശക്തി എന്ന് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്താണ് പവർ, ഈ രാഷ്ട്രീയ ശക്തിയിൽ വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം.
നോഷൻ ഓഫ് പവർ, അതായത് പവർ എന്ന ആശയം അഥവാ ശക്തിയുടെ ആധികാരികത എന്നൊക്കെ പറയാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. The ability to do something or anything or to act upon a person or things is the definition of power as given in the dictionary. അതായത് the ability to do something or anything or to act upon a person or things is the definition of power as given in the dictionary. ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റി, കഴിവ്, അല്ലെങ്കിൽ ഒരാളിനെ ഒരു വസ്തുവിന് സ്വാധീനം ചെലുത്താനുള്ള കഴിവ്, ആ കഴിവ് ഡിക്ഷണറി നൽകുന്ന ആ കഴിവാണ് ഡിക്ഷണറി നൽകുന്ന പവർ എന്നതിൻ്റെ നിർവചനം. അതായത് അപ്പോൾ ഒരു നിഘണ്ടു പ്രകാരം പവർ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ എബിലിറ്റി ടു ഡു സംതിങ് ഓർ എനിത്തിങ് ഓർ ടു ആക്ട്. ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്. എബിലിറ്റി പറഞ്ഞാൽ കഴിവ്. അപ്പോൾ ദ എബിലിറ്റി ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യാനുള്ള എബിലിറ്റി. അതേപോലെ തന്നെ ഒരാളിന് ഒരു വസ്തുവിനെ സ്വാധീനിക്കാനുള്ള കഴിവ്, സ്വാധീനം ചെലുത്താനുള്ള കഴിവ് എന്നതാണ് നിഘണ്ടു പ്രകാരം, ഡിക്ഷണറി പ്രകാരം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The ability to do something or anything or to act upon a person or things is the definition of power as given in the dictionary. അതായത് നിഘണ്ടു പ്രകാരം ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, അതല്ലെങ്കിൽ ആരെയെങ്കിലും സ്വാധീനിക്കാനുള്ള, ഒരു വ്യക്തിക്ക് ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവ്, അത്തരത്തിലുള്ള ആ കഴിവാണ്, ആ കഴിവിനെയാണ് നിഘണ്ടു പ്രകാരം അഥവാ ഡിക്ഷണറി പ്രകാരം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് പവർ എന്നതിൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കഴിവ്, നമുക്ക് ഒരുപാട് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമല്ല. ആരോഗ്യം വേണം, വേണ്ട എന്നല്ല. അതിനോടൊപ്പം നമുക്ക് എബിലിറ്റി ഉണ്ടായിരിക്കണം, ഒരു വിൽ പവർ ഉണ്ടായിരിക്കും. ഞാനത് ചെയ്യും, എനിക്കത് സാധിക്കും. അത്തരത്തിലുള്ള ആ വിൽ പവർ, ആ എബിലിറ്റിയെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. Viewed in this way, power is a basic concept in social science. അതായത് ഇതിൻ്റെ കാഴ്ചപ്പാട്, viewed in this way, പവർ ഈസ് എ ബേസിക് കൺസെപ്റ്റ് ഇൻ സോഷ്യൽ സയൻസ്. അതായത് സമൂഹശാസ്ത്രത്തിൽ പവർ എന്നത് എന്താണ്? അതായത് സോഷ്യൽ സയൻസിൽ പവർ എന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തികളെ സ്വാധീനിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വിവിൻ ദിസ് വേ പവർ ഈസ് എ ബേസിക് കൺസെപ്റ്റ് ഇൻ സോഷ്യൽ സയൻസ്. അതായത് സമൂഹശാസ്ത്രത്തിൽ പവറിനെ എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻഫ്ലുവൻസ് ദാറ്റ് എനി പേഴ്സൺ, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ ബ്രിങ് ടു ബിയർ ഓൺ ദ ആക്ഷൻ ഓഫ് അതേഴ്സ്. അതായത് സമൂഹശാസ്ത്രത്തിൽ, സോഷ്യൽ സയൻസിൽ പവർ എന്നതുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തുന്നത് എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദ ഇൻഫ്ലുവൻസ് ദാറ്റ് എനി പേഴ്സൺ, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ ബ്രിങ്സ് ടു ബിയർ ഓൺ ദ ആക്ഷൻ ഓഫ് അതേഴ്സ്. അതായത് സോഷ്യൽ സയൻസിൽ പവർ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് എന്താണ്? അതായത് ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു പേഴ്സൺ, എനി പേഴ്സൺ, ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ സംഘം അല്ലെങ്കിൽ സ്ഥാപനം എന്നിവരുടെ പ്രവർത്തികളെ സ്വാധീനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ സ്വാധീനിക്കുന്നതിന് സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? പവർ. അപ്പോൾ സോഷ്യൽ സയൻസിൽ പവർ എന്നതുകൊണ്ട് എന്താണ് അടിസ്ഥാനപ്പെടുത്തുന്നത്? അതായത് പേഴ്സണെയോ ഗ്രൂപ്പിനെയോ ഓർഗനൈസേഷനെയോ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ടാണ് സോഷ്യൽ സയൻസിൽ എന്തിനെ കണക്കാക്കുന്നത്? പവറിനെ അടിസ്ഥാനപ്പെടുത്തുന്നത്. In this sense, anyone seeking to serve an interest by eliciting a response from others is described as exercising one's power.
അതേപോലെ തന്നെ ഈ അർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രതികരണം നേടാൻ ശ്രമിക്കുന്നവർ, അതിലൂടെ സാമൂഹിക അധികാരം വിനിയോഗിക്കുന്നു. ഇൻ ദിസ് സെൻസ്, ഈ ഒരു സെൻസിൽ, എനിവൺ സീക്കിംഗ് ടു സെർവ് ആൻ ഇൻട്രസ്റ്റ് by eliciting a response from others is described as exercising one power. അതായത് ഈ അർത്ഥത്തിൽ എന്താണ്, ഈ അർത്ഥത്തിൽ മറ്റുള്ളവരിൽ നിന്നും പ്രതികരണം നേടാൻ ശ്രമിക്കുന്നവർ അതിലൂടെ എന്ത് വിനിയോഗിക്കുന്നു? സാമൂഹിക അധികാരം വിനിയോഗിക്കുന്നു. This means that one has social power which can be used to make another person do what is wanted. The social power is essentially an aspect of interpersonal relationship. അതായത് മറ്റൊരാളെ തനിക്ക് വേണ്ടത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കഴിവാണ് അധികാരം. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് മീൻസ് ദാറ്റ് one has social power which can be used to make another person do what is wanted. This social power is essentially an aspect of interpersonal relationship. അതായത് മറ്റൊരാളെ തനിക്ക് വേണ്ടത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ പവർ, ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? അധികാരം. ഇത് വ്യക്തിനിഷ്ഠമായ ബന്ധങ്ങളുടെ ഭാഗമാണ്. ദ സോഷ്യൽ പവർ ഈസ് എസെൻഷ്യലി ആസ്പെക്ട് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താണ്? വ്യക്തിനിഷ്ഠമായ ബന്ധങ്ങൾ. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ് ഏത്? സാമൂഹികമായിട്ടുള്ള പവർ. അപ്പോൾ മറ്റൊരാളെ തനിക്ക് വേണ്ടത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഇത് എങ്ങനത്തെ റിലേഷൻഷിപ്പാണ്? ദ സോഷ്യൽ പവർ ഈസ് എസെൻഷ്യലി ആൻ ആസ്പെക്ട് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇതൊരു വ്യക്തിനിഷ്ഠമായിട്ടുള്ള ബന്ധമാണ്. മറ്റൊരാളേനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളേനെ ഉപയോഗിക്കാനുള്ള ആ കഴിവിനെയാണ്, ആ അധികാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശക്തി എന്നല്ല. ഒരാളേനെ നമുക്ക് ഇപ്പോൾ ഒരു ഓണർക്ക് അവരുടെ ആ ലേബേഴ്സിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ആ ഓണറിൻ്റെ പവർ. അപ്പം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിപ്പിക്കുന്നുവോ അതാണ് ആ വ്യക്തിയുടെ പവർ. അതെന്താണ്? അത് ഇന്റർ റിലേഷൻഷിപ്പാണ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അത് വ്യക്തിനിഷ്ഠമായ ബന്ധങ്ങളുടെ ഭാഗമാണ്. അപ്പം ഇതിനെയാണ് ഇതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പവർ എന്നതുകൊണ്ട്, പവറിൻ്റെ, അധികാരം എന്നതിൻ്റെ ആശയം. അടുത്തതായിട്ട് നമുക്ക് ആ പവറിൽ തന്നെ വരുന്ന കുറച്ച് മറ്റ് സബ് പോയിന്റ്സുകളിലേക്കാണ് കിടക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള അധികാരമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്. ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്, കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി, മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്. 3 രീതിയിലുള്ള ആധികാരികതയെക്കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. എന്താണ് ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ് എന്നതിലേക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്. ശ്രദ്ധിക്കുക, രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ പരിധി നിർണ്ണണം. ഈ പവറിൽ വരുന്ന 3 സബ് പോയിന്റുകളാണ് ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സും, മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സും, അതേപോലെ കൺസെപ്റ്റ് ഓഫ് അതോറിറ്റിയും. ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്, കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി, മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ അതിൽ നമുക്ക് ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്, രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ പരിധി നിർണയം എന്താ എന്ന് നോക്കാം. ദ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് this view of politics reduces it to the level of a very commonplace and broad subject. They therefore delimit the domain of politics and reserve the term politics to designate the domain where social power is used in public sphere rather than in private sphere. അതായത് രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ വാദിക്കുന്നത് രാഷ്ട്രീയത്തെ കാണുന്നത് വളരെ സാധാരണമായും വ്യാപകമായുമുള്ള വിഷയത്തിൻ്റെ നിലവിലേക്ക്
നിലവിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ശാസ്ത്രജ്ഞരെ ഇവിടെ എന്താ വാദിക്കുന്നത്? പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് എന്നാ പറയുന്നത്. ഇപ്പൊ ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ്, രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ ആർഗ്യൂ ചെയ്യുന്നു. എങ്ങനെ? രാഷ്ട്രീയത്തെ കാണുന്നത് വളരെ സാധാരണമായും വ്യാപകമായും ഒരു വിഷയം എന്ന നിലയിലാണ്. രാഷ്ട്രീയത്തെ കാണുന്നത് രാഷ്ട്രീയ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ്? വളരെ നോർമലായിട്ടും അതേപോലെ തന്നെ കോമൺ ആയിട്ടും അതേപോലെ തന്നെ വ്യാപകമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ ഏതിനെ കണക്കാക്കുന്നത്? പൊളിറ്റിക്സിനെ പരിഗണിക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പൊളിറ്റിക്സിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? കോമൺ ആയിട്ടും അതേപോലെ തന്നെ ഒരു വ്യാപകമായിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുമാണ് ഇതിനെ കാണുന്നത്, പൊളിറ്റിക്സിനെ പരിഗണിക്കുന്നത്. They therefore delimit the domain of politics and reserve the term politics to designate the domain where social power is used in the public sphere rather than in private sphere. അതേപോലെ അതിനാൽ അവർ രാഷ്ട്രീയത്തിൻ്റെ പരിധിയെ നിർണ്ണയിക്കുകയും അതേപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയത്തിന് എന്ത് നിശ്ചയിക്കുന്നു? therefore delimit the domain of politics. രാഷ്ട്രീയത്തിന് ഒരു പരിധി നിശ്ചയിക്കുകയും അതേപോലെ തന്നെ പിന്നെന്താണ്? രാഷ്ട്രം എന്ന പദം സ്വകാര്യ മേഖലയ്ക്കല്ല, അത് പൊതുമേഖലയിൽ സാമൂഹിക അധികാരം ഉപയോഗിക്കപ്പെടുന്ന മേഖലയെ സൂചിപ്പിക്കുന്നതായി സംവരണം ചെയ്യുകയും ചെയ്യുന്നു. the term പൊളിറ്റിക്സ് എന്ന പദം, രാഷ്ട്രീയം എന്ന പദം ഒരിക്കലും ഒരു പ്രൈവറ്റിനല്ല. അത് ആർക്കാണ്? പബ്ലിക് സ്പെയർസ്. പ്രൈവറ്റിനേക്കാൾ പബ്ലിക് സ്പെയർ, പബ്ലിക് പറഞ്ഞാൽ പൊതുമേഖലയ്ക്കാണ് അത് സംവരണം ചെയ്തിരിക്കുന്നത്. രാഷ്ട്രം പ്രൈവറ്റിനും രാഷ്ട്രം എന്നതിനോട് ഇതും പുലർത്തണമെങ്കിലും പബ്ലിക് മേഖലകൾക്കാണ് ഏറ്റവും ഇതിനോട് പ്രതിബദ്ധത പുലർത്തുക. രാഷ്ട്രത്തിനോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തേണ്ടത് ആരാണ് എന്നാണ് ഇവിടെ പറയുന്നത്? പബ്ലിക്കാണ്. പ്രൈവറ്റിനെക്കാട്ടിലും പൊളിറ്റിക്സിനോട് പ്രതിബദ്ധത പുലർത്തേണ്ടത് പബ്ലിക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. They therefore delimit the domain of politics and reserve the term politics to designate the domain where social power is used in public sphere rather than private sphere. അതായത് ഇവിടെ അതിനാൽ രാഷ്ട്രം എന്ന പദത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ അത് സൂചിപ്പിക്കേണ്ടതും സ്വകാര്യ മേഖലയ്ക്കല്ല, അത് പൊതുമേഖലയിലാണ് അത് സൂചിപ്പിക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരുവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഹാപ്പൻ വിത്ത് ദ ഫാമിലി ഇൻ ടേംസ് ഓഫ് പവർ റിലേഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് പൊളിറ്റിക്സ്. When the family is representative participants in the affair of the neighborhood or the village by influencing others' opinion and action, it is described as politics. അതിനൊരു എക്സാമ്പിൾ പറയാണ്. കുടുംബത്തിനുള്ളിൽ നടക്കുന്ന അധികാരബന്ധമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ കുടുംബം അല്ലെങ്കിൽ അതിലെ പ്രതിനിധികൾ അയൽപ്രദേശത്തോ ഗ്രാമങ്ങളിലോ മറ്റുള്ള പ്രവർത്തികളിലൊക്കെ ആര് ഉൾപ്പെടും ചെയ്യും? രാഷ്ട്രം ഉൾപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രൈവറ്റിലല്ല, പൊളിറ്റിക്സ് എന്ന പദം ഒരിക്കലും പ്രൈവറ്റിനല്ല ബാധകം. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൈവറ്റിലേക്ക് വരിക. എന്നാൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പൊളിറ്റിക്സ് ഉൾപ്പെടെ ഒരിക്കലും ഫാമിലിയിലല്ല, അത് ഏതിലാണ്? പബ്ലിക്കിലാണ്, പൊതുമേഖലയിലാണ് എന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡെലിമിനേറ്റിംഗ് ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ്, രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ പരിധി നിർണയം. രാഷ്ട്രീയം എപ്പോഴും ഉൾപ്പെടുന്നത് പബ്ലിക്കിലായിരിക്കാം, പ്രൈവറ്റിലായിരിക്കില്ല. പ്രൈവറ്റ് ആയിരിക്കുമ്പോഴേക്കും, പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അത് ഫാമിലി മറ്റ് മാറ്റേഴ്സ് ആയിരിക്കും ഉൾപ്പെടുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രം എപ്പോഴും ഉൾപ്പെടുന്നത് എവിടെ ആയിരിക്കാം? കുടുംബത്തിൻ്റെ ഉള്ളിലല്ല. രാഷ്ട്രീയം അഥവാ രാഷ്ട്രം ഉൾപ്പെടുന്നത് എപ്പോഴും പബ്ലിക്കിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നെയ്ബേഴ്സിലോ അപ്പോൾ പബ്ലിക്കിൻ്റെ ഉള്ളിലാണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ വരാം?
അതായത് നെയ്ബർഹുഡ്, വില്ലേജ്, അയൽവാസികളായിട്ടോ ഗ്രാമങ്ങളായിട്ടൊക്കെയാണ് പൊളിറ്റിക്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത പോയിന്റാണ് കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റാണ് കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി. അധികാരം എന്ന ആശയം. എന്താണ് അധികാരം എന്ന ആശയം എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്കറിയാം, അധികാരം എന്ന് പറയുമ്പോൾ നിയമങ്ങളിലൂടെ നടപ്പാക്കപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം, അധികാരം എന്ന് പറയാം. അപ്പം എന്താണ് അധികാരം എന്ന ആശയം എന്നത് എന്തൊക്കെയെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. The concept of authority for further delimiting the special field of political relation, it is useful to apply the concept of authority. It refers to the legitimacy of the use of power. When power relationship in the public domain become regularized and therefore to some extent predictable, they are also closely guided by the appropriate norms. People acknowledge the right of the political authority to exercise power. അതായത് അധികാരം എന്ന ആശയം കൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ ബന്ധങ്ങളുടെ പ്രത്യേക മേഖലയെ കൂടുതൽ വ്യക്തമായി നിർണ്ണയിക്കാനാണ് ഏത് പദം ഉപയോഗിക്കുന്നത്, അധികാരം എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് ഫോർ ഫർദർ ഡെലിമിറ്റിംഗ് സ്പെഷ്യൽ ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ റിലേഷൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു അപ്ലൈ ദ കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി. രാഷ്ട്രീയ ബന്ധങ്ങളുടെ പ്രത്യേക മേഖലയെ കൂടുതൽ വ്യക്തമായി നിർണ്ണയിക്കാനാണ് അധികാരം എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പം അധികാരം എന്ന പദം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, രാഷ്ട്രീയ ബന്ധങ്ങളുടെ പ്രത്യേക മേഖലയെ കൂടുതൽ വ്യക്തമായി നിർണ്ണയിക്കാൻ. For further delimiting the special field of political relation, it is useful to apply the concept of authority. It refers to the legitimacy of the use of power. മാത്രമല്ല ഇത് പ്രയോജനകരവുമാണ്. ഇത് എപ്പോഴും എന്താണ്, ലെജിറ്റിമസി ഓഫ് ദ യൂസ് ഓഫ് പവർ. ഇത് വളരെയധികം പ്രയോജനകരവുമാണ്. മാത്രമല്ല ഉപയോഗത്തിൻ്റെ നിയമാനുസൃതതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ലെജിറ്റിമസി ഓഫ് ദ യൂസ് ഓഫ് പവർ. ഉപയോഗത്തിൻ്റെ നിയമാനുസൃത അഥവാ ലെജിറ്റിമസിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. When power relationship in the public domain become regularized and therefore to some extent predictable, they are also closely guided by the appropriate norms. അതേപോലെ തന്നെ പൊതുമേഖലയിൽ അധികാരബന്ധങ്ങൾ ക്രമബന്ധമാകുമ്പോൾ ഏതാനും പ്രവചനക്ഷമത ഉണ്ടാവുകയും അവ അനുയോജ്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുമേഖലയിലെ അധികാര ബന്ധങ്ങൾ ക്രമബന്ധമാകുമ്പോൾ അതിന് ഏതാനും പ്രവചനക്ഷമത ഉണ്ടാവുകയും അവ അനുയോജ്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിന് അധികാരം വിനിയോഗിക്കാനുള്ള അവകാശമുണ്ടെന്ന് ആളുകൾ അംഗീകരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തിന് അധികാരം വിനിയോഗിക്കാനുള്ള അവകാശമുണ്ടെന്ന് ആരിവിടെ അഗ്രി ചെയ്യുന്നുണ്ട്, പീപ്പിൾ അക്നോളജ് ദ റൈറ്റ് ഓഫ് പൊളിറ്റിക്കൽ അതോറിറ്റി ടു എക്സസൈസ് പവർ. രാഷ്ട്രീയ അധികാരത്തിന് അധികാരം വിനിയോഗിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്ന് അവിടെ ആര് അംഗീകരിക്കുന്നുണ്ട്, പീപ്പിൾസ്, ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അധികാരത്തിന് അധികാരങ്ങൾ ഏത് വിധത്തിലും ഉപയോഗിക്കാമെന്ന് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അംഗീകാരത്തെയാണ് എന്ത് പറയുന്നത്, കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് വരെ മതി കേട്ടോ. ഏത്, പീപ്പിൾ അക്നോളജ് ദ റൈറ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ അതോറിറ്റി ടു എക്സസൈസ് പവർ എന്ന് വരെ മതി. കോൺസെപ്റ്റ് ഓഫ് അതോറിറ്റി എന്താണ് അവിടെ പറയുന്നത്, രാഷ്ട്രീയ ബന്ധങ്ങളുടെ പ്രത്യേക മേഖലയെ കൂടുതൽ വ്യക്തമായി നിർണ്ണയിക്കാനാണ് എന്തുപയോഗിക്കുന്നത്, അതോറിറ്റി എന്ന പദം ഉപയോഗിക്കുന്നത്. ഇത് യൂസ്ഫുള്ളാണ്, ഇതൊരു പ്രയോജനകരമാണ്. അതുമാത്രമല്ല ഇത് ലെജിറ്റമസിയാണ്, നിയമാനുസൃതവുമാണ്. അതേപോലെ തന്നെ പൊതുമേഖലയിൽ ഇത് അധികാര ബന്ധങ്ങൾ ക്രമബന്ധമാകുമ്പോൾ ഏതാനും പ്രവചനക്ഷമത ഉണ്ടാവുകയും അവ അനുയോജ്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാരത്തിന് അധികാരം വിനിയോഗിക്കാനുള്ള അവകാശമുണ്ടെന്ന് ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് കൺസെപ്റ്റ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്.
എന്താ മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പരിമിതപ്പെടുത്തിയ രാഷ്ട്രീയ സിദ്ധാന്തം, രാഷ്ട്രീയമായ ആശയം. മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്, കൂടുതൽ പരിമിതപ്പെടുത്തിയ രാഷ്ട്രീയ ആശയം. എന്താണ് മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സിലേക്ക് നമുക്ക് കടക്കാം. ടേക്കിംഗ് ആൻ ഈവൺ മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്, സോഷ്യോളജിസ്റ്റ് ലൈക്ക് മാക്സ് വെബർ കൺഫൈൻ ദ പൊളിറ്റിക്കൽ റിലേഷൻ ടു ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഇത് കൂടുതൽ എങ്ങനെയുള്ള ടേക്കിംഗ് ആൻ ഈവൺ മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്, സോഷ്യോളജിസ്റ്റ് ലൈക്ക് മാക്സ് വെബർ കൺഫൈൻ ദ പൊളിറ്റിക്കൽ റിലേഷൻ ടു ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഇത് കൂടുതൽ സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മാക്സ് വെബർ പോലെയുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ രാഷ്ട്രീയ ബന്ധങ്ങളെ വ്യക്തികളുടെ ഒരു സംഘടനയായി കാണുന്നു. Taking an ever more restricted view of politics, sociologists like Max Weber confined political relation to an organization of individual. ഇത് കൂടുതൽ സങ്കുചിതമായ ഇടുകിയ ഒരു രാഷ്ട്രീയ ആശയം സ്വീകരിച്ചുകൊണ്ട് ഇത് കൂടുതൽ സങ്കുചിതമായ പൊളിറ്റിക്കൽ വ്യൂ സ്വീകരിച്ചുകൊണ്ട് മാക്സ് വെബറിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പൊളിറ്റിക്കൽ റിലേഷനെ വ്യക്തികളുടെ എന്തായിട്ട് കാണുന്നു? ഓർഗനൈസേഷനായി കാണുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ റിലേഷനെ ഇവിടെ എന്തായിട്ടാണ് കാണുന്നത്? ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് പൊളിറ്റിക്കൽ റിലേഷനെ ആര് കാണുന്നത്? മാക്സ് വെബർ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ കാണുന്നത്. മാക്സ് വെബർ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പൊളിറ്റിക്കൽ റിലേഷനെ എങ്ങനെ കാണുന്നു? അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഓർഗനൈസേഷനായിട്ട്. പൊളിറ്റിക്കൽ റിലേഷനെ കണക്കാക്കുന്നത് മാക്സ് വെബറിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പൊളിറ്റിക്കൽ റിലേഷനെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്. വ്യക്തികളുടെ ഒരു സംഘടനയായിട്ടാണ് കണക്കാണുന്നത്. For them, this organization is to be territorially defined. അതേപോലെ തന്നെ ഈ സംഘടന എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഭൗമപരിധി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നിർവചിക്കുക. For them, this organization to be territorially defined. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സംഘടന എങ്ങനെ ടെറിറ്ററിയലി ആയിട്ട് ഭൗമപരിധി അടിസ്ഥാനമാക്കിയിട്ടാണ് നിർവചിക്കപ്പെടുന്നത്. It has to be used on the ultimate function of physical force. അതേപോലെ തന്നെ ഇത് ഫിസിക്കൽ, അതായത് ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ അൾട്ടിമേറ്റ് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. അതേപോലെ തന്നെ പിന്നെ ഇതൊരു ഫിസിക്കൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഇടുങ്ങിയ രീതിയിലുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് മാക്സ് വെബറിനെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പൊളിറ്റിക്കൽ റിലേഷനെ വ്യക്തികളുടെ സംഘടനയായി കാണുന്നു. ഈ സംഘടന എങ്ങനെയാണെന്നാണ് പറയുന്നത്? ദിസ് ഓർഗനൈസേഷൻ ടു ബി ടെറിറ്റോറിയലി. ഇതൊരു ഭൗമശാസ്ത്രപരമായിട്ടുള്ള സംഘടനയാണ്, ഭൗമപരിധിയെ അടിസ്ഥാനമാക്കിയുള്ള സംഘടനയായിരിക്കണം. മാത്രമല്ല പിന്നെന്താണ്? ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ അൾട്ടിമേറ്റ് ഫങ്ഷൻ ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. അതേപോലെ തന്നെ ഫിസിക്കൽ ഫോഴ്സിനെ പരമാവധി അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോഴ്സിനെ പരമാവധി എന്ത് ചെയ്യപ്പെടണം? അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കണം. Max Weber referring to the notion of state, it has emerged in the modern sense. അതുകൊണ്ട് തന്നെ മാക്സ് വെബർ ആധുനിക അർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാക്സ് വെബർ റെഫറിങ് ടു ദ നോഷൻ ഓഫ് സ്റ്റേറ്റ് ആസ് ഇറ്റ് ഹാസ് എമർജ്ഡ് ഇൻ മോഡേൺ സെൻസ്. അതായത് മാക്സ് വെബർ ആധുനിക അർത്ഥത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. For the purpose of describing political relation at the national level, we need to focus on this restricted meaning of politics. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ വിവരിക്കുന്നതിനായി ഈ പരിമിതപ്പെടുത്തിയ രാഷ്ട്രീയ ദർശനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. For the purpose of describing political relation
അറ്റ് ദ നാഷണൽ ലെവൽ വി നീഡ് ഫോക്കസ് ഓൺ റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് പൊളിറ്റിക്സ്. അതായത് ഒരു നാഷണൽ ലെവലിലുള്ള ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ വിവരിക്കുന്നതിന് വേണ്ടി ഈ പരിമിതപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ ദർശനത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് പൊളിറ്റിക്സ്. For the purpose of describing political relation at the national level, we need to focus on the restricted meaning of politics. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ വിവരിക്കുന്നതിനായി പരിമിതപ്പെടുത്തിയ രാഷ്ട്രീയ ദർശനത്തിലേക്കാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനെയാണ് മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോർ റെസ്ട്രിക്റ്റഡ് വ്യൂ ഓഫ് പൊളിറ്റിക്സും കൺസെപ്റ്റ് ഓഫ് അതോറിറ്റിയും ഡെലിമിറ്റിംഗ് ദ ഡൊമൈൻ ഓഫ് പൊളിറ്റിക്സും ഈ 3 പോയിന്റും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ്, നാഷൻ ആൻഡ് സൊസൈറ്റിയാണ്. സ്റ്റേറ്റും നാഷനും സൊസൈറ്റി അതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി. അതായത് സ്റ്റേറ്റും നേഷനും സൊസൈറ്റിയും, ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അത് ശ്രദ്ധിക്കൂ. സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി 3 ഭാഗങ്ങളാണ്. സംസ്ഥാനവും നേഷനും സൊസൈറ്റിയും സമൂഹവും. ശ്രദ്ധിക്കുക. While discussing politics in modern time, we generally talk of the state, the nation and the society. അതായത് മോഡേൺ ടൈംസിലെ ആധുനിക കാലത്തെ രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നാം സാധാരണയായി എന്തിനെക്കുറിച്ച് സംസാരിക്കും? സ്റ്റേറ്റിനെക്കുറിച്ചും നാഷനെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും സംസാരിക്കാം. While discussing politics in modern times, we generally talk of the state, the nation and the society. അതായത് ആധുനിക കാലത്ത് പൊളിറ്റിക്സിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുമ്പോൾ അതിൽ എന്തിനൊക്കെ കുറിച്ചാണ് നമ്മൾ പറയുക? മോഡേൺ ടൈംസിൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഡിസ്കഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സ്റ്റേറ്റ്, നാഷൻ ആൻഡ് ദ സൊസൈറ്റി. While discussing politics in modern time, we generally talk of the state, the nation and the society. അതായത് ഒരു മോഡേൺ ടൈമിൽ നമ്മൾ പൊളിറ്റിക്സിനെ ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെ കുറിച്ചാണ് പറയുക? സ്റ്റേറ്റും നാഷനും സൊസൈറ്റിയുമാണ് പറയുന്നത്. In the context of Western European experience, the 3 terms are somewhat കോട്ടർമൈനസ്. അതേപോലെ തന്നെ പാശ്ചാത്യ യൂറോപ്യൻ അനുഭവത്തിൽ ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് വെസ്റ്റേൺ യൂറോപ്യൻ എക്സ്പീരിയൻസ്. വെസ്റ്റേൺ യൂറോപ്യൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാശ്ചാത്യ യൂറോപ്യൻ അനുഭവത്തിൽ, യൂറോപ്യന്മാരുടെ അനുഭവത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 3 പേരുകളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. സ്റ്റേറ്റ് എന്നും നാഷൻ എന്നും സൊസൈറ്റി എന്നും ഈ 3 പേരുകളും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? പാശ്ചാത്യ വെസ്റ്റേൺ യൂറോപ്യൻസ് പറയുന്നത്. അപ്പോൾ ഒരു മോഡേൺ ടൈമിലെ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 ഫാക്ടേഴ്സാണ് ഏതൊക്കെ? സ്റ്റേറ്റ്, നാഷൻ ആൻഡ് സൊസൈറ്റി. അതേപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻസ് പറയുകയാണ് ഈ 3 ഫാക്ടേഴ്സും, സ്റ്റേറ്റും നാഷനും സൊസൈറ്റിയും, ഈ 3 ഫാക്ടേഴ്സും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആയിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? ഈ 3 ഘടകങ്ങളെയും പരിഗണിക്കുന്നത്. In the context of Western European experience, the 3 terms are somewhat കോട്ടർമിനസ്. അതായത് ഈ പാശ്ചാത്യ യൂറോപ്യൻ്റെ അനുഭവത്തിൽ ഈ 3 പേരുകളും നമ്മൾ ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവയാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫാക്ടേഴ്സ് ആണ് എന്നാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്? സ്റ്റേറ്റിനെ കുറിച്ചും നാഷനെ കുറിച്ചും സൊസൈറ്റിയെ കുറിച്ചും പറയുന്നത്. ഇനി നമുക്കതിൽ സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് എന്ന് നോക്കാം. The state is a political association which is characterized by. അതായത് സ്റ്റേറ്റ്, സംസ്ഥാനം, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ, രാഷ്ട്രീയ കൂട്ടായ്മയാണ്. The state is a political association.
സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ്, രാഷ്ട്രീയമായ കൂട്ടായ്മയാണ്. ഇനി എന്താണ് എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം? അത് ടെറിറ്റോറിയൽ ജുറിഡിക്കേഷനാണ്. അതേപോലെ തന്നെ മോർ ഓർ ലെസ് നോൺ വോളണ്ടറി മെമ്പർഷിപ്പാണ്. എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഡിഫൈൻ ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ബൈ വേ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലെയിം ടു ലെജിറ്റമസി ഓഫ് പവർ ഓവർ ഈസ് മെമ്പേഴ്സ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം? അതൊരു ടെറിറ്റോറിയൽ ജുറിഡിക്കേഷനാണ്, പ്രാദേശിക അധികാരമാണ്. പിന്നെ മോർ ഓർ ലെസ് നോൺ വോളണ്ടറി മെമ്പർഷിപ്പാണ്. അതായത് ഏകദേശം നിർബന്ധിതമായ അംഗത്വമാണ്. മോർ ഓർ ലെസ് നോൺ വോളണ്ടറി മെമ്പർഷിപ്പ് പറഞ്ഞാൽ ഏകദേശം ഒരു നിർബന്ധിതമായിട്ടുള്ള അംഗത്വമാണ്. പിന്നെ എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഡിഫൈൻ ദ റൈറ്റ് ഓഫ് ഹിസ് മെമ്പേഴ്സ് ബൈ വേ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അംഗങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന ഭരണഘടനാപരമായ നിയമങ്ങളുടെ ഒരു സമുച്ചയമാണ്. എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഡിഫൈൻ ദ റൈറ്റ് ഓഫ് ഹിസ് മെമ്പേഴ്സ് ബൈ വേ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അംഗങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന ഭരണഘടനാ സംഘടിതമായ നിയമങ്ങളുടെ ഒരു സമുച്ചയമാണ്. പിന്നെന്താണ്? ക്ലെയിം ടു ലെജിറ്റമസി ഓഫ് പവർ ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ്. അംഗങ്ങളോടുള്ള അധികാരത്തിൻ്റെ നിയമസാധ്യതയ്ക്കുള്ള അവകാശവാദമാണത്. ക്ലെയിംസ് ടു ലെജിറ്റമസി ഓഫ് പവർ ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഓവർ ഈസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അംഗങ്ങളോടുള്ള പവറിൻ്റെ, അധികാരത്തിൻ്റെ ലെജിറ്റമസി, നിയമസാധ്യതയ്ക്കുള്ള അവകാശവാദമാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷനാണ്. അതൊരു ടെറിറ്റോറിയൽ ജുറിഡിക്കേഷനാണ്, പ്രാദേശിക അധികാരമുണ്ട്. അതേപോലെ മോർ ഓർ ലെസ് നോൺ വോളണ്ടറി മെമ്പർഷിപ്പാണ്, ഏകദേശം നിർബന്ധിതമായ അംഗത്വമാണ്. A set of rules which define the right of its members by way of constitution. അംഗങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുന്ന ഭരണഘടനാ സംഘടിതമായ നിയമങ്ങളുടെ ഒരു സമുച്ചയമാണത്. ക്ലെയിം ടു ലെജിറ്റമസി ഓഫ് പവർ ഓവർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതേപോലെ തന്നെ അംഗങ്ങളോടുള്ള അധികാരത്തിൻ്റെ നിയമസാധ്യതയ്ക്കുള്ള അവകാശവാദമാണ്. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നാഷൻ. എന്താണ് നാഷൻ നോക്കാം. ദ ടേം റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who have developed solidarity on the basis of common identity of culture, religion, language and state. അതായത് സംസ്കാരം, കൾച്ചർ സംസ്കാരം, റിലീജിയൻ മതം, ലാംഗ്വേജ് ഭാഷ ആൻഡ് അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു സോളിഡാരിറ്റിയെയാണ് എന്ത് പറയുന്നത്? നാഷൻ എന്ന് പറയുന്നത്. The term refers to group of people who have developed solidarity. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സോളിഡാരിറ്റിയാണ്? അതായത് പൊതുവായ ഒരു തിരിച്ചറിവ് വികസിപ്പിച്ച ജനവിഭാഗം. എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി? കൾച്ചറിനെയും റിലീജിയനെയും ലാംഗ്വേജിനെയും സ്റ്റേറ്റിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോളിഡാരിറ്റിയെയാണ് ഇവിടെ എന്ത് പറയുന്നത്? നാഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെന്താണ് അതിൽ ശ്രദ്ധിക്കൂ. The national identity of any group which define itself as such may be based on any number of criteria which are the place of residence, ethnic origin, culture, religion, language. Such as place of പിന്നെ നാഷനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? റെസിഡൻസ് ഉണ്ട്, എത്നിക് ഒറിജിൻ ഉണ്ട്, കൾച്ചർ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ഇതൊക്കെ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് സൊസൈറ്റി. നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. സ്റ്റേറ്റ് എന്താന്ന് പറഞ്ഞു, നാഷൻ എന്താന്ന് പറഞ്ഞു, ഇനി നമ്മൾ സൊസൈറ്റിയാണ് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് എ ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് കിൻഷിപ്പ്, ഫാമിലി, എക്കോണമി ആൻഡ് പോളിറ്റി. അതായത് ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് സാമൂഹികമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെ വരിക? കിൻഷിപ്പ്,
ഫാമിലി, എക്കോണമി, പോളിറ്റി തുടങ്ങിയൊക്കെ ഉൾപ്പെടുന്ന ആ കാറ്റഗറിയുടെ ഒരു സോഷ്യൽ ഓർഗനൈസേഷനെയാണ് എന്ത് പറയുന്നത്? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് എ ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്, സോഷ്യൽ ഓർഗനൈസേഷനാണ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കിൻഷിപ്പ്, ഫാമിലി, എക്കോണമി, പോളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉൾപ്പെടുന്ന ഈ ഒരു സോഷ്യൽ ഓർഗനൈസേഷനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഇൻ്ററാക്ടിങ് വിത്ത് ഈച്ച് അതർ പീപ്പിൾ ഫ്രം സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇവിടെ പ്യൂപ്പിൾസ് സാമൂഹികമായിട്ട് എന്ത് ചെയ്യുന്നു? ബന്ധം പുലർത്തുന്നു. റിപ്പീറ്റഡ് ആൻഡ് റെഗുലറൈസ്ഡ് പാറ്റേൺ ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ബിക്കെയിം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആൻഡ് റിലേഷണൽ കൺസെപ്റ്റ്. സൊസൈറ്റി ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ തന്നെ മറ്റുള്ളവരുമായി ഇടപെടുന്നതിനാൽ ആളുകൾ സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ സാമൂഹിക ബന്ധങ്ങൾ ആവർത്തിക്കുകയും ക്രമബദ്ധമായി നടക്കുകയും അങ്ങനെ സമൂഹത്തെ ഒരു ബന്ധപരമായ ആശയമായി കാണുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് സൊസൈറ്റി. അതിൽ കിൻഷിപ്പ് വരാം, ഫാമിലി വരാം, എക്കോണമി വരാം, പോളിറ്റി വരാം. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഇത് പരസ്പരം എന്താണ്? സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് ആർ ഇൻ്റർലിങ്ക്ഡ്. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആയിരിക്കാം, പരസ്പരം ബന്ധം പുലർത്തുന്നു. ഇത്രയും കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റ്. അതായത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റ്. അതായത് നമുക്കറിയാം ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റിൻ്റെ ആവിർഭാവം അഥവാ ഉദയം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. അതായത് ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രം ചരിത്രപരമായ രാജ്യനിർമ്മിതിയുടെ അനുഭവങ്ങളിൽ നിന്നും സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഈസ് ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സിനെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. അതായത് ചരിത്രപരമായിട്ടുള്ള രാജ്യനിർമ്മിതിയുടെ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സിനെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, രാജ്യത്തിൻ്റെ നിർമ്മിതിയുടെ ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. അതായത് ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സിനെ രാജ്യനിർമ്മിതിയുടെ അനുഭവങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ദിസ് എക്സ്പീരിയൻസ് ഈസ് മാർക്ക്ഡ് ബൈ എഫേർട്ട് ടു ബ്രിങ് ടുഗദർ എ ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ എ കോമൺ നാഷണൽ ഐഡൻറ്റിറ്റി. ഈ അനുഭവം വ്യത്യസ്തമായ സാമൂഹിക ഗ്രൂപ്പുകളെ ഒരു പൊതുവായ ദേശീയ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാൽ അടയാളപ്പെടുത്തുന്നു. ദിസ് എക്സ്പീരിയൻസ്, ഈ അനുഭവം എന്താണ് ചെയ്യുന്നത്? ദിസ് എക്സ്പീരിയൻസ് ഈസ് മാർക്ക്ഡ് ബൈ എഫേർട്ട് ടു ബ്രിങ് ടുഗദർ എ ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ എ കോമൺ നാഷണൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ചരിത്രപരമായ രാജ്യനിർമ്മിതിയുടെ അനുഭവങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. നാഷണൽ ബിൽഡിങ്ങിൻ്റെ അനുഭവങ്ങളെ ഇന്ത്യൻ നാഷണൽ പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. This experience is marked by effort to bring together a large number of social group in a common national identity. അതേപോലെ തന്നെ ഈ അനുഭവം വ്യത്യസ്തമായ സാമൂഹിക ഗ്രൂപ്പുകളെ ഒരു പൊതുവായ ദേശീയതയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാൽ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളാണ്
എന്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത്, മാർക്ക് ചെയ്യപ്പെടുന്നത് ദേശീയതയിലേക്ക് ഇന്ത്യയുടെ സാമൂഹിക ഗ്രൂപ്പുകളെ ദേശീയതയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഏതനുഭവങ്ങളാണ്? ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ദിസ് എക്സ്പീരിയൻസ് ഈസ് മാർക്ക്ഡ് ബൈ എഫേർട്ട് ടു ബ്രിങ് ടുഗദർ എ ലാർജ് നമ്പർ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ എ കോമൺ നാഷണൽ ഐഡൻറ്റിറ്റി. അതായത് ഈ അനുഭവം വ്യത്യസ്തമായ സാമൂഹിക ഗ്രൂപ്പുകളെ പൊതുവായ ദേശീയതയിലേക്ക് കൊണ്ടുവരുന്ന ശ്രമങ്ങളെ അടയാളപ്പെടുത്തുന്നു. The nature of national politics in the post-independence period can be easily grasped if we outline a brief sketch of the historical experience. അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ The nature of national politics in the post-independence period എന്ന് പറയുന്നത്, അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ചരിത്രപരമായ അനുഭവത്തിൻ്റെ ചെറിയ അവലോകനം നൽകിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. The nature of national politics in the post-independence period can be easily grasped if we outline a brief sketch of historical experience. അതായത് പൊതുവായ ദേശീയ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാൽ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം എന്താ പറയുന്നത്? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡിലെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് നാഷണൽ പൊളിറ്റിക്സ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് ദ നേച്ചർ ഓഫ് നാഷണൽ പൊളിറ്റിക്സ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ദേശീയ പൊളിറ്റിക്സിൻ്റെ നേച്ചർ അഥവാ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള സ്വഭാവം ചരിത്രപരമായ അനുഭവത്തിൻ്റെ ഒരു ചെറിയ അവലോകനം നൽകിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ചരിത്രപരമായ അനുഭവത്തിൻ്റെ ഒരു ചെറിയ അവലോകനം, ചെറിയ തുടക്കം നൽകാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. Here we first describe the situation in India before 1858 when there was the relative absence of the idea of nation. 1858 മുമ്പുള്ള സാഹചര്യം ഇന്ത്യയിലെ ജാതി എന്ന ആശയം കാര്യമായിരുന്നില്ല എന്ന് അവലോകനം ചെയ്യുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയതയുടെ വളർച്ചയെ നോക്കുന്നു. Here we first describe the situation in India before 1858 when there was a relative absence of idea of nation. അതായത് 1858 മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ത്യ നേഷൻ, അതായത് നേഷനെ വലിയ കാര്യമാക്കി അവലോകനം ചെയ്തിരുന്നില്ല. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ എന്ത് വളരാൻ തുടങ്ങിയത്? ദേശീയത വളരാൻ തുടങ്ങിയത്. 1858 മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ദേശീയതയ്ക്ക് അത്ര പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഇന്ത്യ എന്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത് എന്നാ പറയുന്നത്? ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. അതായത് 1858 ഇന്ത്യയിൽ എന്തിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നില്ല? അതായത് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരുന്നത്? ദേശീയതയ്ക്ക് ഇമ്പോർട്ടൻ്റ് നൽകിയിരുന്നില്ല. അപ്പം അന്ന് ഇന്ത്യയിൽ ദേശീയത വലിയ കാര്യമാക്കിയിരുന്നില്ല. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ എന്ത് വളരാൻ തുടങ്ങിയത് എന്നാ പറയുന്നത്? ദേശീയത വളരാൻ തുടങ്ങിയത്. Here we first describe situation in India before 1858 when there was a relative absence of idea of nation. അപ്പോൾ 1858 മുമ്പുള്ള കാലഘട്ടത്തിലൊന്നും ഇന്ത്യയിൽ ദേശീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പിന്നീടാണ് എന്ത് കൊടുക്കാൻ തുടങ്ങിയത്? ദേശീയതയുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. ഇതാണ് ഈ ഒരു എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ഇനി അതിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആബ്സെൻസ് ഓഫ് ദ ഐഡിയ ഓഫ് എ നാഷൻ ബിഫോർ 1858. ആബ്സെൻസ് ഓഫ് ദ
ഐഡിയ ഓഫ് എ നാഷൻ ബിഫോർ 1858. 1858 മുമ്പ് നാഷൻ എന്ന ആശയത്തിൻ്റെ അഭാവം. ആബ്സെൻസ് ഓഫ് ഐഡിയ ഓഫ് എ നാഷൻ ബിഫോർ 1858. 1858 മുമ്പ് നാഷൻ എന്ന ആശയത്തിൻ്റെ അഭാവം. അപ്പോൾ 1858 മുമ്പ് നമ്മൾ ദേശീയതയ്ക്ക് നാഷൻ എന്ന ആ വേർഡിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്, പിന്നീട് കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. 1858 മുമ്പ് വരെ നമ്മൾ ദേശീയതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം നടത്താൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത്. നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരും നാഷണാലിറ്റി അഥവാ നാഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് അബ്സെൻസ് ഓഫ് ദ ഐഡിയ ഓഫ് നാഷൻ ബിഫോർ 1858 എന്ന് പറയാനുള്ള കാരണം, 1858 മുമ്പ് ദേശീയത എന്ന ആശയത്തിൻ്റെ അഭാവം എന്താണ് എന്ന് പറയാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ബിഫോർ ദ അഡ്വെന്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോവറിംഗ് റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്രൗൺ ഇൻ 1858, ഇന്ത്യ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് സ്മാൾ ആൻഡ് ലാർജ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വരവിന് മുമ്പും 1858 ബ്രിട്ടീഷ്, അതായത് ഇന്ത്യയിലെ 1858 ബ്രിട്ടീഷ് ഭരണം ഇവിടെ നടക്കുന്നതിന് മുമ്പും ഇവിടെ ഏത് ഭരണമാണ് നിലനിന്നിരുന്നത്? ബ്രിട്ടീഷ് കിരീട ഭരണത്തിൻ്റെ സ്ഥാപനം നടക്കുന്നതിന് മുമ്പും ഇന്ത്യ ഈ ചെറുതും വലുതുമായ അനവധി രാഷ്ട്രീയ ഘടകങ്ങളാൽ നിറഞ്ഞ ഒന്നായിരുന്നു. Before the advent of the British rule in India, establishment of sovereign rule of British Crown in 1858, India was characterized by a large number of small and large political units. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വരവിന് മുമ്പും അതേപോലെ തന്നെ 1858 ബ്രിട്ടീഷ് കിരീട ഭരണത്തിൻ്റെ സ്ഥാപനം നടക്കുന്നതിന് മുമ്പും ഇന്ത്യയിൽ ചെറുതും വലുതുമായ അനവധി രാഷ്ട്രീയ ഘടകങ്ങളാൽ നിറഞ്ഞ ഒന്നായിരുന്നു. അപ്പോൾ സ്മാൾ ആൻഡ് ലാർജ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആണ് എവിടെ നിലനിന്നിരുന്നത്? ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം 1858 ബ്രിട്ടീഷ് ഭരണം തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിനു ശേഷം ആ സമയത്തൊക്കെ ഇന്ത്യയിൽ ചെറുതും വലുതുമായിട്ടുള്ള അനവധി രാഷ്ട്രീയ ഘടകങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ദിസ് യൂണിറ്റ് made a constant struggle to maintain their authority over the dominance and protected themselves from the attack by other political units. അതേപോലെ തന്നെ ഈ ഘടകങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങളാണ് നിലനിന്നിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഘടകങ്ങൾ അവരുടെ അധീന പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്ഥിരമായി പോരാട്ടം നടത്തി വരികയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 1858 ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങുന്നതിന് മുമ്പൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ നിലനിന്നിരുന്നു. ഈ രാഷ്ട്രീയ ഘടകങ്ങളെ അവരുടെ അധീന പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും സ്ഥിരമായി പോരാട്ടം നടത്തിയിരുന്നു. Although there were some large-scale embraces such as the Maurya, the Gupta, the Chola and Pandya, entire country that we know of as India was never united politically under any rule. As such, we had no Indian state to speak of until the British imposed their hegemony on India. അപ്പോൾ എന്താ പറഞ്ഞേ? അപ്പോൾ ഈ രാഷ്ട്രീയ ഘടകങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിച്ചു പോന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ മാത്രമല്ല, മറ്റുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്ഥിരമായ പോരാട്ടം ഈ ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ യൂണിറ്റുകൾ നടത്തിയിരുന്നു. അങ്ങനെ ആരൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന രാജഭരണം? മൗര്യ, ഗുപ്ത, ചോള, പാണ്ഡ്യ. മൗര്യന്മാരും ഗുപ്തന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും തുടങ്ങിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ഇന്ന് നാം അറിയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ ഘടകം ഒരിക്കലും അന്ന്
ഒന്നിച്ചിരുന്നില്ല. അതിനാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്ക് മേൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ ഇന്ത്യൻ സംസ്ഥാനം എന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സംസ്ഥാനം എന്നൊരു രീതിയിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്നില്ല. ഇന്ത്യ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ദേശീയത നിലനിന്നിരുന്നില്ല. കാരണം ബ്രിട്ടീഷ് ഭരണം വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ സ്മാളായിട്ടും അതേപോലെ തന്നെ ലാർജായിട്ടുള്ള ചെറിയ പൊളിറ്റിക്കൽ യൂണിറ്റുകളായിരുന്നു. ആ പൊളിറ്റിക്കൽ യൂണിറ്റുകൾ അവരുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ മൗര്യന്മാരും ഗുപ്തന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരൊക്കെ സാമ്രാജ്യഭരണം നടത്തിയിരുന്നെങ്കിലും ഇന്നറിയുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ ഘടകമായിട്ട് അവർ ഒന്നിച്ചിരുന്നില്ല. അതിനാൽ ബ്രിട്ടീഷുകാർക്ക് അത് വളരെയധികം നമ്മുടെ രാജ്യത്ത് ആധിപത്യം പുലർത്താൻ സഹായകമാവുകയും അതേപോലെ അന്ന് ഇന്ത്യൻ ഹെജിമണി ഓൺ ഇന്ത്യ, ഇങ്ങനെ ഇന്ത്യൻ സംസ്ഥാനം എന്ന പേരിൽ ഒരു രാജ്യം തന്നെ നിലനിന്നിരുന്നില്ല. അന്ന് ഒന്നിച്ചിട്ടുള്ളൊരു ഭാരതം എന്നൊരു പ്രദേശമായിട്ടാണ് അന്ന് ഇന്ത്യ നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയത എന്ന് പറയുന്നത് അന്ന് അതൊക്കെയാണ് ഏതിൻ്റെ അഭാവത്തിന് കാരണം, ദേശീയതയുടെ അഭാവത്തിൻ്റെ കാരണമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയണത്. സെക്കൻഡ് പാരഗ്രാഫാണ്, this does not however mean that we had no Indian national identity even without a politically unified territory. Many factors combined and gave the country and identity of oneness. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ദേശീയ തിരിച്ചറിവും ഇല്ലായിരുന്നു എന്നർത്ഥമില്ല. ദിസ് ഡസ് നോട്ട് ഹവർ മീൻ ദാറ്റ്, അതുകൊണ്ട് ഇന്ത്യയിൽ ദേശീയമായ തിരിച്ചറിവ് ഇല്ലായിരുന്നു എന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമാക്കാൻ സാധിക്കില്ല. പിന്നെന്താ പറയുന്നത്, ഈവൺ വിത്തൗട്ട് എ പൊളിറ്റിക്കലി യൂണിഫൈഡ് ടെറിറ്ററി മെനി ഫാക്ടേഴ്സ് കമ്പൈൻഡ് ആൻഡ് ഗേവ് ദ കൺട്രി ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് വൺനെസ്. ഒരു രാഷ്ട്രീയമായി ഏകീകൃത പ്രദേശമില്ലാതിരുന്നാലും വിവിധ ഘടകങ്ങൾ ചേർന്ന് ഈ ദേശത്ത് ഒരുമയുടെ ഒരു തിരിച്ചറിവ് തന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം പുലർത്തുന്നത് വരെ ദേശീയത എന്ന ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഒരുമ ഇല്ലാന്ന് കരുതരുത്. ഇതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ദേശീയ തിരിച്ചറിവും ഇല്ലായിരുന്നു എന്നർത്ഥമില്ല. കാരണം രാഷ്ട്രീയമായ ഏകീകൃത പ്രദേശമല്ലാതിരുന്നാലും വിവിധ ഘടകങ്ങൾ ചേർന്ന് ഈ ദേശത്തിന് എന്തുണ്ടായിരുന്നു, ഒരു വൺനെസ്, അതായത് ഒരു രാഷ്ട്രീയമായി ഏകീകൃത പ്രദേശമല്ലാതിരുന്നാലും വിവിധ ഘടകങ്ങൾ ചേർന്ന് ഈ ദേശത്തിന് എന്ത് തന്നിരുന്നു, ഒരുമയുടെ ഒരു തിരിച്ചറിവ് തന്നിരുന്നു. Although people live all their lives in village, this village were not a self-contained isolated island as was made by some western scholars. ജനങ്ങളുടെ ജീവിതം ഗ്രാമങ്ങളിലായിരുന്നെങ്കിലും അവ സ്വയം പര്യാപ്തമായ ഒറ്റപ്പെട്ട ദ്വീപുകളിലായിരുന്നില്ല. ജനങ്ങൾ വിവാഹത്തിനും തീർത്ഥയാത്രയ്ക്കും വ്യാപാരത്തിനും യാത്ര ചെയ്തു. അങ്ങനെ മതവിശ്വാസങ്ങളും സ്ഥാപനങ്ങളും ജനങ്ങളിൽ ഒരു ഏകീകരണ ബോധം സൃഷ്ടിച്ചു. Although people lived all their lives in village, these villages were not self-contained isolated island as was made by some western scholars. People moved for marriage, for പിലിംറേജ് ആൻഡ് ഫോർ ട്രേഡ്. അപ്പം എന്താ അവിടെ പറയുന്നത്, ഒരു രാഷ്ട്രീയമായ ഏകീകൃത പ്രദേശമല്ലാതിരുന്നിട്ട് പോലും വിവിധ ഘടകങ്ങൾ ചേർന്ന് ഈ പ്രദേശത്തിന് ഒരു ഒരുമയുടെ തിരിച്ചറിവ് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവിതം ഗ്രാമങ്ങൾ വില്ലേജിലാണെങ്കിൽ പോലും അവ സ്വയം പര്യാപ്തമായ ഒറ്റപ്പെട്ട ദ്വീപുകൾ ഐലൻഡുകളിലായിരുന്നില്ല. ജനങ്ങൾ മാരേജിലും അതേപോലെ തന്നെ തീർത്ഥയാത്രയ്ക്കും വ്യാപാരത്തിനൊക്കെ വേണ്ടി ഒരുമിച്ച് യാത്ര ചെയ്യുകയും അതേപോലെ തന്നെ മതവിശ്വാസങ്ങളും സ്ഥാപനങ്ങളും ജനങ്ങളിൽ എന്ത് സൃഷ്ടിക്കാൻ കാരണമായി, ഒരു ഏകീകരണ ബോധം സൃഷ്ടിക്കാൻ കാരണമായി. ദ റിലീജിയസ് ബിലീഫ് പ്രാക്ടീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ പീപ്പിൾ യൂണിഫോയിങ് ഫോഴ്സ്. അപ്പോൾ ഈ മതവിശ്വാസങ്ങളും സ്ഥാപനങ്ങളും ജനങ്ങളിൽ ഒരു ഏകീകരണ ബോധം സൃഷ്ടിക്കുന്നതിന് കാരണമായി. One example of the unity can be seen in the setting of 4 seats of religious authority in 4 corners of India by Adi Shankaracharya. ഒരു ഉദാഹരണം, ആദി ശങ്കരാചാര്യൻ ഇന്ത്യയുടെ 4 കോണുകളിലും 4 മഠങ്ങൾ സ്ഥാപിച്ചത് പൊതുവായ ആത്മീയ ബോധത്തിൻ്റെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ
Adi Shankaracharyan. One example of the unity can be seen in setting of 4 seats of religious authority in 4 corners of India by Adi Shankaracharya. ആദി ശങ്കരാചാര്യർ ഇന്ത്യയുടെ 4 കോണുകളിലും 4 മഠങ്ങൾ സ്ഥാപിച്ചത് പൊതുവായ ഒരു ആത്മീയ ബോധത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. വി മെനി ദ സീ അവേർനെസ് ഓഫ് കോമണാലിറ്റി അവർ നെബുലസ് ഇറ്റ് മേ ബി. അതേപോലെ ഈ ബോധം ഉടനെ ചുറ്റുമുള്ള ഭൂമിശാസ്ത്ര പരിധികളെ അതിക്രമിച്ച് വളർന്നു. This awareness gave out of one participation in the world which existed beyond one immediate geographical area. ഈ ബോധം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർവരമ്പുകളെ പരിധിയെ അതിക്രമിച്ച് വളരുകയും പിന്നെ എങ്കിലും ഈ ബോധം രാഷ്ട്രീയ തലത്തിലേക്ക് മാറുകയും ചെയ്തില്ല. The consciousness did not however get translated in the political domain and we had therefore no national identity in the സെൻസ് ഇൻ വിച്ച് വി ടാക്ക് ഓഫ് ഇറ്റ് ടുഡേ. പക്ഷേ ഈ ബോധം രാഷ്ട്രീയ തലത്തിലേക്ക് മാറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അർത്ഥത്തിൽ പറയുന്ന ഒരു ദേശീയ തിരിച്ചറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഈ പൊതു തിരിച്ചറിവ് സാംസ്കാരിക ദേശീയത എന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ഈ തിരിച്ചറിവ് രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേശീയതയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത് എങ്ങനത്തെ ഒരു തിരിച്ചറിവായിരുന്നു? ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതല്ലാതെ ഒരു ദേശീയത ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അവർ ഭരണം നടത്തി ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളിലൊക്കെ ഉയരാൻ തുടങ്ങിയത്, ദേശീയത ഉണരാൻ തുടങ്ങിയത്. അതിനു മുന്നേ വരെ നമ്മളിൽ ദേശീയ ഒരുമയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ചില കാര്യങ്ങൾക്കൊക്കെ ഒത്തുകൂടിയിരുന്നു, രാജഭരണം നിലനിന്നിരുന്നു. അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളെ അതിക്രമിച്ചുകൊണ്ട് ഈ ആത്മീയ ബോധം വളരുകയൊക്കെ ചെയ്തിരുന്നതെങ്കിൽ പോലും ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വരെ കുറവായിരുന്നു എന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വളർച്ച. വാട്ട് ഈസ് മീൻ ബൈ ഗ്രോത്ത് ഓഫ് നാഷണലിസം? എന്താണ് ഗ്രോത്ത് ഓഫ് നാഷണലിസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമ്മുടെ രാജ്യത്ത് നാഷണൽ ഫീലിങ്സ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാരണം എന്താണ്, അതിന് കാരണക്കാരായവർ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ബ്രിട്ടീഷ് ഭരണത്തോടു കൂടിയാണ് ഇന്ത്യൻ ജനങ്ങളിൽ, ഇന്ത്യൻ പീപ്പിൾസിൽ നാഷണൽ ഫീലിങ്സ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം അതുവരെ രാജഭരണമൊക്കെ നിലനിന്നിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതോടുകൂടി ചൂഷണാത്മകമായ ഒരു ഡിസ്ക്രിമിനേറ്റഡ് അഡ്മിനിസ്ട്രേഷനാണ് നിലനിന്നിരുന്നത്. അതാണ് ഇന്ത്യൻ ജനങ്ങളിൽ എന്തുണരാനും കാരണമാക്കിയത്, ദേശീയത ഉണരുന്നതിന് കാരണമാക്കിയത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. The establishment of the British rule, although enflagged us, paradoxically also started a process of our liberalization. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാപനം ഇന്ത്യയെ എൻഫ്ലാബ്ഡ് ഒരു അടിമയാക്കിയെങ്കിലും അത് നമ്മുടെ എന്തിനു വഴിയൊരുക്കി എന്നാണ് പറയുന്നത്? വിമോചനത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. The establishment of British rule, although enflagged, ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയെ ഒരു എൻഫ്ലാബ്ഡ് കാരണം എന്താ അടിമയാക്കിയെങ്കിലും അത് പിന്നീട് എന്തിന് കാരണമായി തീർന്നു? വിമോചനത്തിന് വഴിയൊരുക്കുകയും ആൾസോ സ്റ്റാർട്ടഡ് എ പ്രോസസ് ഓഫ് അവർ ലിബറലൈസേഷൻ, ഒരു സ്വാതന്ത്ര്യത്തിന് അഥവാ ഒരു വിമോചനത്തിന് വഴിയൊരുക്കി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയെ അടിമപ്പെടുത്തിയെങ്കിലും അത് നമ്മുടെ എന്തിനു കാരണമായി തീർന്നു? ലിബറേഷൻ അഥവാ വിമോചനത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്തത്. ഇറ്റ് മെയ്ഡ് us think of outsiders as not 78 only a cultural unity. ഏകദേശം 78 മെമ്പേഴ്സും കൾച്ചറൽ യൂണിറ്റിയിൽ നിന്നും മാറി പിന്നീട് എന്തായി മാറി എന്നാ പറയുന്നത്? ഒരു പൊളിറ്റിക്കൽ യൂണിറ്റി. സാംസ്കാരിക യൂണിറ്റിയിൽ നിന്നും പിന്നീട്
എന്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്? ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചതോടുകൂടി, എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തതോടുകൂടി നമ്മൾ അടിമപ്പെട്ടെങ്കിലും പിന്നീട് അത് എന്തിലേക്ക് വഴിയൊരുക്കി? ലിബറേഷൻ, വിമോചനത്തിലേക്ക് വഴിയൊരുക്കി. അത് ഒരു കൾച്ചറൽ യൂണിറ്റിയിൽ നിന്നും എന്തിലേക്ക് മാറി? പൊളിറ്റിക്കൽ യൂണിറ്റി, രാഷ്ട്രീയ ഒരുമയിലേക്ക് മാറാൻ കാരണമായി. The growth of nationalism can be seen in the effort made by Indian for removing the British rule from this country. അതായത് പിന്നെന്താണ് പറയുന്നത്? അതായത് the growth of nationalism can be seen in the effort made by Indians for removing the British rule from this country. റിമൂവിങ് ദ ബ്രിട്ടീഷ് റൂൾ ഫ്രം ദിസ് കൺട്രി, അതായത് ബ്രിട്ടീഷുകാരെ റിമൂവ് ചെയ്യുന്നതിനുള്ള എഫേർട്ട് എന്ത് വളരാൻ കാരണമായി? ഗ്രോത്ത് ഓഫ് നാഷണാലിസം. ബ്രിട്ടീഷ് ഭരണത്തെ നീക്കം ചെയ്യാൻ ഇന്ത്യക്കാർ നടത്തിയ എഫേർട്ട്, ആ ശ്രമം എന്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി? ദ ഗ്രോത്ത് ഓഫ് നാഷണാലിസം, ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. The growth of nationalism can be seen in the effort made by Indians for removing the British rule from this country. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും റിമൂവ് ചെയ്യുന്നതിനുള്ള എഫേർട്ട് എന്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി? ദ ഗ്രോത്ത് ഓഫ് നാഷണാലിസം, ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. അതേപോലെ although we were always divided in numerous ways in terms of language, religion, ethnic position, two factors facility emergence of Indian nationalism. അതേപോലെ തന്നെ although we always divided in numerous ways in terms of language, religion, ethnic position, two factors facilitated the emergence of Indian nationalism. അതേപോലെ തന്നെ ഭാഷ, മതം, ജാതി ജാതിഘടന തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വിഭജിക്കപ്പെട്ടെങ്കിലും പിന്നെന്താണ് പറയുന്നത്? ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും പല വിധമായി വിഭജിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയിൽ നാഷണാലിസം വളരാൻ സഹായകമായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ടു കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ലാംഗ്വേജും റിലീജിയനും എത്നിക് പൊസിഷനും ഒക്കെ പല രീതിയിൽ വിഭജിക്കപ്പെട്ടെങ്കിലും ഇന്ത്യയിലെ ദേശീയത വളരാൻ സഹായിച്ചത് പ്രധാനമായും എന്താണ് എന്നാ പറയുന്നത്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ രണ്ടു കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? One was the presence of a common enemy, the British rule, ബ്രിട്ടീഷുകാരോടുള്ള ശത്രുത. പിന്നെ ദ അതർ വാസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ കൾച്ചർ ഐഡന്റിറ്റി. അതേപോലെ മറ്റൊരു വശത്ത് എന്താണ്? കോമൺ കൾച്ചർ ഐഡന്റിറ്റി. അപ്പൊ ഇന്ത്യയിൽ ലാംഗ്വേജും റിലീജനും എത്നിക് പൊസിഷനും ഒക്കെ വ്യത്യസ്തമായിരുന്നെങ്കിലും ഇന്ത്യയിലെ ദേശീയത വളരാൻ സഹായിച്ചത് ഈ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? വൺ വാസ് ദ പ്രസൻസ് ഓഫ് എ കോമൺ എനിമി, ബ്രിട്ടീഷുകാരോടുള്ള പൊതുവായ ശത്രുത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്ത് നിലനിന്നിരുന്നു? ഒരു കോമൺ കൾച്ചർ ഐഡന്റിറ്റി നിലനിന്നിരുന്നു. ഈ രണ്ടു കാര്യങ്ങളുമാണ് ഇന്ത്യയിലെ എന്ത് വളരാൻ കാരണമായത്? ദേശീയത വളരാൻ, ഇന്ത്യൻ നാഷണലിസത്തിന്റെ ആവിർഭാവത്തിന് കാരണമായത്. കാരണം ലാംഗ്വേജും റിലീജിയനും എത്നിക് പൊസിഷനും ഒക്കെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു? ഡിവൈഡിങ് ആയിരുന്നു. ഇവയൊക്കെ പല വിധത്തിൽ വിഭജിച്ചിരുന്നെങ്കിലും ഇന്ത്യയിലെ ദേശീയത വളരാൻ സഹായിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? വൺ വാസ് ദ പ്രസൻസ് ഓഫ് എ കോമൺ എനിമി, ദ ബ്രിട്ടീഷ് റൂൾ. ദ അതർ വാസ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ കൾച്ചറൽ ഐഡന്റിറ്റി. ഒന്നാമത്തത് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരോടുള്ള ശത്രുതയും രണ്ടാമത്തത് എന്ന് പറയുന്നത് ദ എക്സിസ്റ്റൻസ് ഓഫ് എ കോമൺ കൾച്ചർ ഐഡന്റിറ്റി, സാംസ്കാരികപരമായിട്ടുള്ള ഒരു കോമൺ കൾച്ചർ ഐഡന്റിറ്റി നിലനിന്നതുമാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ആവിർഭവിക്കാൻ കാരണം? ഇന്ത്യൻ നാഷണലിസം എമർജൻസി ചെയ്യാൻ അഥവാ ആവിർഭവിക്കുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്, ഗ്രോത്ത് ഓഫ് നാഷണലിസം. ഇനി അതിലെ എഴുതാത്ത കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ടെസ്റ്റിൽ നിന്നും പറഞ്ഞു തരാം ടീച്ചർ. പേജ് നമ്പർ 187.
അപ്പോൾ ഗ്രോത്ത് ഓഫ് നാഷണാലിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞത്. ഇനി പറയുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ടെക്സ്റ്റിലെ ആ 2 പോയിന്റുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള പാരഗ്രാഫാണ് കേട്ടോ. എന്താണ്? ദ വാല്യൂ സ്ട്രഗിൾ, വയലന്റ്, നോൺ വയലന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫർദർ യൂണിഫൈഡ് ദ ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. അതായത് എന്താ ഇവിടെ പറയുന്നത്? വാല്യൂ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വിഭിന്നങ്ങളായിട്ടുള്ള സമരങ്ങളെ, നോൺ വയലന്റ് എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായിട്ടുള്ള ആക്രമണങ്ങളെ, അതേപോലെ തന്നെ വയലന്റ് പറഞ്ഞാൽ എന്താണ്? ഹിംസാത്മകമായിട്ടുള്ള ആക്രമണം. നോൺ വയലന്റ് പറഞ്ഞാൽ അഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങളെ, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ ഭരണഘടന അതീതമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന എല്ലാ പോരാട്ടങ്ങളും ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ കൂടുതൽ എന്താക്കി തീർത്തു? യൂണിറ്റി ശക്തിപ്പെടുത്തി. ദ വാല്യൂ സ്ട്രഗിള് വയലന്റ്, നോൺ വയലന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഫർദർ യൂണിഫൈഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള സമരങ്ങളും സ്ട്രഗിളും, പിന്നെ ഏതാണ്? വയലന്റും ഹിംസാത്മകമായിട്ടുള്ള അക്രമങ്ങളും, നോൺ വയലന്റും അഹിംസാത്മകമായ കാര്യങ്ങളും, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ ഭരണഘടന അതീതമായിട്ടുള്ള പല കാര്യങ്ങളും, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന എല്ലാ പോരാട്ടങ്ങളും ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ എന്ത് ചെയ്യാൻ കാരണമാക്കി തീർന്നു? ഇന്ത്യയിലെ പല വിഭാഗങ്ങളും ശക്തിപ്പെടുന്നതിന്, യൂണിറ്റായി ഇരിക്കുന്നതിന് കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ ദസ് നെഹ്റു വെൽത്ത് നോവൺ ഫേസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി വാസ് നോട്ട് മെർലി എ ക്ലിച്ച്. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? നെഹ്റുവിൻ്റെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിന്റെ ഐക്യം എന്ന പ്രസിദ്ധമായിട്ടുള്ള വാചകം എന്തല്ല? നോട്ട് മെർലി ക്ലിച്ച്, അതൊരു ശൂന്യമായ വാചകമല്ല. നെഹ്റുവിൻ്റെ പ്രധാന വേർഡായിട്ടുള്ള യൂണിറ്റി ഇൻ ഐഡന്റിറ്റി എന്ന ആ വേർഡ് ഒരിക്കലും ഒരു ശൂന്യമായിട്ടുള്ള വേർഡല്ല, ഒരു മെർലി ക്ലിച്ച് അല്ല. പിന്നെന്താണ്? അതെന്താണ്? ബട്ട് എ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, അത് ഇന്ത്യൻ അനുഭവത്തെ യാഥാർത്ഥ്യമായി വിവരണം ചെയ്യുന്ന ഒന്നാണ്. അപ്പം നെഹ്റുവിൻ്റെ പ്രധാന വേർഡായിട്ടുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ വേർഡ് ഒരിക്കലും ഒരു മെർലി ക്ലിച്ച് അല്ല. അതെന്താണ്? അത് ഇന്ത്യൻ അനുഭവത്തെ യാഥാർത്ഥ്യമായി വിവരണം ചെയ്യുന്ന ഒന്നാണ്. ബട്ട് എ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇന്ത്യൻ എക്സ്പീരിയൻസ്, അത് ഇന്ത്യൻ അനുഭവത്തെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വിവരണം ചെയ്യുന്ന ഒന്നാണ്. Our purpose is here not to go into the details of the Indian national movement. Rather, we need to discuss how our nation fame come into being. നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ വിശദമായി പരിശോധിക്കുക എന്നതല്ല. Our purpose is here not to go into the details of the Indian national movement. നമ്മുടെ ഉദ്ദേശം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുക എന്നതല്ല, വിശദമായി പരിശോധിക്കുക എന്നതല്ല. പിന്നെ എന്താണ്? rather the need to discuss how our nation state come into being. നമ്മുടെ രാജ്യം എങ്ങനെ രൂപം കൊണ്ടു എന്നത് മനസ്സിലാക്കുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പം നമ്മുടെ ഉദ്ദേശം ഇവിടെ ദേശീയ പ്രസ്ഥാനത്തെ വിശദമായി പരിശോധിക്കുകയല്ല, പകരം നമ്മുടെ രാജ്യം എങ്ങനെ രൂപം കൊണ്ടു എന്ന് മനസ്സിലാക്കുകയാണ് പ്രധാന ലക്ഷ്യം. Our purpose is here not to go in the details of the Indian national movement. Rather, we need to discuss our nation state come into being. നമ്മുടെ ഉദ്ദേശം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ വിശദമായി പരിശോധിക്കുക എന്നതല്ല, പകരം നമ്മുടെ രാജ്യം എങ്ങനെ രൂപം കൊണ്ടു എന്ന് മനസ്സിലാക്കുകയാണ് പ്രധാന ലക്ഷ്യം. For this purpose, we shall in the next section describe how during the post-independence period a modern nation state developed in India. അതിനായി സ്വാതന്ത്ര്യാനന്തര കാലത്ത് അപ്പോൾ
ഫോർ ദിസ് പർപ്പസ്, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഉദ്ദേശം ദേശീയ പ്രസ്ഥാനത്തെ വിശദമായി പഠിക്കുക, പരിശോധിക്കുക എന്നതല്ല. പകരം എന്താണ്, നമ്മുടെ രാജ്യം എങ്ങനെ രൂപം കൊണ്ടു എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് എന്ത് ചെയ്യണം? വി ഷുഡ് ഫോർ ദിസ് പർപ്പസ് അതിനായിട്ട് സ്വാതന്ത്ര്യാനന്തര കാലത്ത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡിൽ ഇന്ത്യ മോഡേൺ നാഷൻ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു ആധുനിക ദേശീയ സംസ്ഥാനത്തിന്റെ രൂപീകരണം എങ്ങനെ നടന്നു എന്നാണ് വിശദീകരിക്കുന്നത്. ഫോർ ദിസ് പർപ്പസ് we shall in next section describe during post independence period a modern nation state developed in India. അതായത് സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയിൽ ഒരു മോഡേൺ നാഷണൽ സ്റ്റേറ്റിന്റെ രൂപീകരണം, ഫോർമേഷൻ എങ്ങനെ നടന്നു എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. We should also remember that the process of nation building was not complete. അതുകൊണ്ട് തന്നെ രാജ്യനിർമ്മാണത്തിന്റെ പ്രക്രിയ സ്വാതന്ത്ര്യം നേടുന്നതോടുകൂടി പൂർത്തിയായിരുന്നില്ല. We should also remember that the process of nation building was not complete attaining independence. സ്വാതന്ത്ര്യം നേടുന്നതോടെ രാജ്യനിർമ്മാണത്തിന്റെ പ്രക്രിയ പൂർത്തിയായില്ല എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. We should also remember that the process of nation building was not complete on attaining independence. രാജ്യനിർമ്മാണത്തിന്റെ പ്രക്രിയ സ്വാതന്ത്ര്യം നേടുന്നതോടുകൂടി പൂർത്തീകരിച്ചിട്ടില്ല എന്നത് നമ്മൾ ഓർത്തിരിക്കണം. അതെങ്ങനത്തെ പ്രക്രിയയാണ്? ഇറ്റ് ഈസ് ഫാക്ട് ഇൻ കണ്ടിന്യൂയിങ് പ്രോസസ്, അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ആൻഡ് റിഫ്ലക്റ്റിംഗ് ദ നേച്ചർ ഓഫ് പൊളിറ്റിക്സ്, അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നു, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇപ്പൊ രാജ്യനിർമ്മാണ പ്രക്രിയ സ്വാതന്ത്ര്യം നേടുന്നതോടുകൂടി, ഇൻഡിപെൻഡൻസ് ആവുന്നതോടുകൂടി രാജ്യനിർമ്മാണ പ്രക്രിയ എന്ത് ചെയ്തിട്ടില്ല? നാഷൻ ബിൽഡിംഗ് പൂർത്തിയായിട്ടില്ല എന്ന് നമ്മൾ റിമെമ്പേർഡ് ചെയ്യണം, ഓർത്തിരിക്കണം. അത് എങ്ങനത്തെ പ്രക്രിയയാണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ പൊളിറ്റിക്കൽ കൾച്ചറിൽ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. മാത്രമല്ല അത് സാംസ്കാരിക തിരിച്ചറിയലിനെ എന്തിലേക്ക് മാറ്റുന്നു? രാഷ്ട്രീയ ദേശീയ തിരിച്ചറിയലാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പൊ ഇവിടെ ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എ continuing process and reflecting in the nature of politics. We can also say that it is a process of translating cultural identity into political national identity. അത് സാംസ്കാരിക തിരിച്ചറിയലിനെ ഏതിന്റെ തിരിച്ചറിയലാക്കി മാറ്റുന്നു? രാഷ്ട്രീയ ദേശീയ തിരിച്ചറിയലാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നാഷണൽ ബിൽഡിങ്ങിന്റെ പ്രോസസ്സ് സ്വാതന്ത്ര്യം നേടുന്നതോടുകൂടി എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല? പൂർത്തീകരിച്ചിരുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അത് എങ്ങനത്തെ പ്രോസസ്സാണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മാത്രമല്ല അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ, പൊളിറ്റിക്കൽ നേച്ചറിൽ അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. മാത്രമല്ല സാംസ്കാരിക തിരിച്ചറിയലിനെ എന്താക്കി മാറ്റിയാണ്? ഒരു രാഷ്ട്രീയ ദേശീയ തിരിച്ചറിയലാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഓൺലി കൾച്ചറൽ യൂണിറ്റി ബട്ട് ആൾസോ പൊളിറ്റിക്കൽ യൂണിറ്റി. അപ്പൊ സാംസ്കാരിക തിരിച്ചറിയലിനെ എന്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്? ഒരു രാഷ്ട്രീയ ദേശീയ തിരിച്ചറിയലിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് ഓഫ് നാഷണാലിസം എന്ന ടോപ്പിക്കിൽ നിങ്ങൾ പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ടോപ്പിക് എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ.